ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി സ്നാക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചിക്കൻ പിൻവീൽ എന്നാണ് ഇതിൻ്റെ പേര്. പുതിയൊരു റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മൈദയും റവയും അതുപോലെ തന്നെ കുറച്ച് ചിക്കനും കൂടിയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. വീഡിയോ മുഴുവൻ കാണുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത റവ ആയാലും വറുക്കാത്ത റവ ആയാലും കുഴപ്പമില്ല. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ആദ്യ സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കുക. അധികം വെള്ളം ആവേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ വെള്ളം കൂടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് മൈദ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മസാല റെഡിയാക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് ഞാനിവിടെ ചിക്കൻ വേവിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. എല്ലുള്ള ചിക്കൻ തന്നെയാണ്. കുറച്ച് മസാലയൊക്കെ പരട്ടിയിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിന്ന് എല്ലൊക്കെ മാറ്റിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ വേണ്ടത് ഒരു ചെറിയ സബോളയാണ്. സബോള ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ പുതിന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് മാത്രമാണ് ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല, പൊട്ടറ്റോ വെച്ചിട്ടും ഇത് ചെയ്യാം കേട്ടോ. ഉരുളൻകിഴങ്ങ് വേവിച്ചിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിൽ ചേർക്കാം. ചിക്കൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അത് ചിക്കൻ പിൻവീലാവില്ല എന്ന് മാത്രം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, അതൊരു 2 ഭാഗമാക്കിയിട്ട് ഒരു ഭാഗമാണ് ഞാനിപ്പോൾ പരത്തിയെടുക്കുന്നത് കേട്ടോ. പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഒരു അത്യാവശ്യം തിക്കാവണം കേട്ടോ, നല്ല തിന്നാവാൻ പാടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആവും. പൊടി ഇട്ടിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ പരക്കില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അതങ്ങനെ ചെയ്തു എന്ന് മാത്രം. ഒന്നും എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെയും ഉള്ളിയും എല്ലാം കൂടിയിട്ടുള്ള മിക്സ്ചർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഫില്ലിംഗ് ആയിട്ട് ചേർത്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. ഇത് റോൾ ചെയ്യുമ്പോൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. മൊത്തത്തിലൊന്ന് റോൾ ചെയ്തെടുക്കുക ചെറുതായിട്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദമാവ് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു റോൾസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് മുക്കിയിട്ട് ഒന്ന് ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. ഇത് നല്ല കട്ടിയാവണ്ട കേട്ടോ. ഞാനിത് രണ്ടും ചെയ്തിട്ടുണ്ട്. ആദ്യം കട്ടിയിൽ കലക്കി, പിന്നെ രണ്ടാമത് കട്ടിയില്ലാതെയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയത് കട്ടിയില്ലാതെയാണ് നല്ലതെന്നാണ്. അപ്പോൾ അധികം കട്ടി വേണ്ട, ജസ്റ്റ് ഒന്ന് നമുക്കത് അതിലൊന്ന് മുക്കിയെടുക്കാൻ പാകത്തിനുള്ള ഒരു മാവാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു സൈഡ് മൊരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ.
വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. നമുക്കിത് പ്രത്യേകിച്ച് അധികം ചിക്കനൊന്നും വേണ്ട അതിൽക്ക്. നമുക്കിത് ചെറുതാക്കി കട്ട് ചെയ്തതല്ലേ. അപ്പോൾ രണ്ടും കൂടിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതായത് ഉരുളൻകിഴങ്ങും ചിക്കനും അങ്ങനെ രണ്ടും കൂടിയിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ അതാ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിനി എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇനി ബാക്കിയുള്ള ഭാഗം കൂടി നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത് ഞാൻ ചെറുതായിട്ട് അധികം തിക്കായിട്ടല്ല കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, കുറച്ച് തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ തിന്നായിട്ട് എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ മാവ് നല്ല ലൂസാക്കിയിട്ടാണ് ഞാൻ, വെള്ളം പോലെയാണ് ഞാൻ മൈദ കലക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ അതിൽ മുക്കിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു തിന്നായിട്ടുള്ള ഭാഗം പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ പിൻവീൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിൻവീൽ സമൂസ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കും, ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിന്ന് സിമ്പിൾ ഇതുപോലത്തെ ഡിഷസ് നിങ്ങൾക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്